നമസ്കാരം. എന്തോ വരാനിരിക്കും. എന്തായിരിക്കും അത്? ബിഗ് ബോസിലെ താരങ്ങളായ ഷാനവാസും അനീഷും ഒരുമിച്ച് കൂടിയതിനെ പറ്റിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. ബിഗ് ബോസിലെ ഈ കോംബോ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരാധകർ ഏറ്റെടുത്ത കോംബോ ആയിരുന്നു അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും സൗഹൃദം. ഇപ്പോൾ രണ്ടുപേരും വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ഒരുമിച്ചെത്തുന്ന വീഡിയോകളും ഫോട്ടോകളും വൈറലാവുകയാണ്. ഒരു പരിപാടിയുടെ പ്രാക്ടീസിന് വേണ്ടി എത്തിയതാണ് ഇരുവരും എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തോ വരാനിരിക്കുന്നു, കാത്തിരിക്കുന്നു എന്നാണ് അനീഷിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഷാനവാസ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. അതുപോലെ തന്നെ ഷാനവാസിനൊപ്പമുള്ള വീഡിയോ അനീഷും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചതും ഒരാളെ കാണണം എന്നാണല്ലോ. ഇതാ വന്നിരിക്കുന്നു ഈ ആളെ എന്നാണ് ഷാനവാസിനെ കാണിച്ചുകൊണ്ട് അനീഷ് വീഡിയോയിൽ പറയുന്നത്. ബെസ്റ്റ് ഫ്രണ്ട്, ഒരിക്കലും തകരാത്ത സൗഹൃദം എന്നെല്ലാമാണ് ഷാനവാസിന് ഒപ്പമുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അനീഷ് നൽകിയിരിക്കുന്ന ഹാഷ്ടാഗുകൾ. ബിഗ് ബോസ് കഴിഞ്ഞാലും ഷാനവാസ് തൻ്റെ ആജീവനാന്ത സുഹൃത്തും എന്ന് അനീഷ് ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. തൻ്റെ ഉറ്റ സുഹൃത്തും ഗുരുവും സഹോദരനും എല്ലാമാണ് ഷാനവാസ് എന്നും അനീഷ് ജന്മദിനാശംസ നേർന്നുള്ള വീഡിയോയിൽ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അനീഷുമായുള്ള സൗഹൃദം സ്ഥാപിച്ചതിനെക്കുറിച്ചും ഷാനവാസ് സംസാരിച്ചിരുന്നു. എന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാവുന്നതാണ് അനീഷിനെ ഞാനും തിരിഞ്ഞ് ആക്രമിച്ചിരുന്നു. ഇപ്പുറത്ത് അക്ബറും ടീമും ഗ്രൂപ്പ് തിരിഞ്ഞാണ് എന്നെ ആക്രമിക്കാൻ വന്നത്. ആദിലയും നൂറയും ഇതേ പ്രശ്നം അക്ബറിൽ നിന്നും ടീമിൽ നിന്നും നേരിട്ടു. ഞാൻ അനുഭവിക്കുന്ന സമാന പ്രശ്നങ്ങൾ അവർ നേരിടുന്നെന്ന് കണ്ടപ്പോൾ അവരെ ചേർത്ത് പിടിച്ചു. പിന്നെ എനിക്ക് അവരോട് മക്കളോടുള്ള സ്നേഹം പോലെ, അല്ലെങ്കിൽ സഹോദരിമാരോടുള്ള സ്നേഹം പോലെ ആയിരുന്നു. എന്തിൻ്റെ പുറത്താണെങ്കിലും എനിക്ക് അവരെ മാറ്റി നിർത്താൻ തോന്നിയില്ല, അനീഷിനെയും മാറ്റി നിർത്താൻ തോന്നിയില്ല എന്നാണ് ഷാനവാസ് പറഞ്ഞത്. ഇത്തരത്തിൽ സുഹൃത്തുക്കളായ രണ്ടു പേരുടെ കഥയാണ് നമ്മൾ ബിഗ് ബോസിൽ കണ്ടത്. തുടർന്ന് ബിഗ് ബോസിനകത്തും പുറത്തും അവരുടെ സൗഹൃദം നിലനിൽക്കുന്നു എന്നതറിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. അപ്പോൾ എന്തായിരിക്കും വരാനിരിക്കുന്ന സംഭവം? എന്തോ വരാനിരിക്കുമെന്ന് ഷാനവാസ് പറഞ്ഞത് വെറുതെ ആയിരിക്കുമോ? അല്ലെന്ന് വേണം കരുതാൻ. അപ്പോൾ ഏതെങ്കിലും പ്രേക്ഷകരായി നമുക്ക് ഏതായാലും കാത്തിരിക്കാം എന്തായിരിക്കും അനീഷ് ഷാനവാസ് കോംബോയുടെ പുറത്തു വരുന്നത് എന്നറിയാനായിട്ട്. ട്യൂൺ ചെയ്യൂ. കണ്ടതും കേട്ടതും ബൈ ചന്ദ്രജി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. താങ്ക് യു.